Hello everyone. In the last class we have discussed about biasing circuits, the need for biasing, stabilization of the operating point, and what are the different, we have mentioned the names of various biasing circuits, and we have also discussed fixed biasing circuit. So our main aim is to make the value of IC constant, or to make IC independent of thermal variations or temperature variations. അപ്പോൾ നമ്മൾ ഫിക്സഡ് ബയസിങ്ങിൽ കണ്ടു ദ വാല്യൂ ഓഫ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഇസ് വെരി ലെസ് അല്ല വെരി ഹൈ. സോ വാട്ട് ഹാപ്പൻസ്, സ്റ്റെബിലിറ്റി ഫാക്ടർ ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് പോയിൻറ്റിൻ്റെ സ്റ്റെബിലൈസേഷൻ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. So we have modified the fixed biasing circuit to collector to base biasing. So in this method ഒരു ആർ ബി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ബി ഇസ് കണക്റ്റഡ് ടു ദ ബേസ് ആൻഡ് അതർ എൻഡ്, വൺ എൻഡ് ഇസ് കണക്റ്റഡ് ടു ദ ബേസ് ആൻഡ് അതർ എൻഡ് ഇസ് കണക്റ്റഡ് ടു ദ കലക്ടർ. നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ ഡയറക്റ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെയായിരുന്നു വി സി സിയിലേക്കായിരുന്നു കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് കലക്ടർ ടെർമിനലിലേക്കാണ്. ഓക്കെ, അപ്പോൾ റിക്വയർഡ് സീറോ സിഗ്നൽ ബേസ് കറണ്ട് ഇസ് ഡിറ്റർമൈൻഡ് നോട്ട് ബൈ വി സി സി. നേരത്തെ കേസിൽ വി സി സി ആയിരുന്നു നമുക്ക് എന്ത് തന്നുകൊണ്ടിരുന്നത്, റിക്വയർഡ് കലക്ടർ കറണ്ട് ഐ സി തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ കലക്ടറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കലക്ടർ ബേസ് വോൾട്ടേജ് വി സി ബി. It is clear that VCB forward biases the base emitter junction and hence base current IB flows through RB. And this causes a zero signal current to flow in the circuit. ഒരു കാര്യം നോക്കുക, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ കലക്ടർ കറണ്ട് കൂടുകയെന്ന് വിചാരിക്കുക. കലക്ടർ കറണ്ട് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? അതായത് ടെമ്പറേച്ചർ വേരിയേഷൻസ് കാരണമോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ടോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കലക്ടർ കറണ്ടിന് ചെറിയൊരു വേരിയേഷൻസ് ഇപ്പോൾ കൂടുകയെന്ന് വിചാരിക്കുക. കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കലക്ടർ കറണ്ട് കൂടുന്ന സമയത്ത് വി സി ഇ കുറയും. അതെന്തുകൊണ്ടാണ്? കലക്ടർ കറണ്ട് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്? കലക്ടർ കറണ്ട് ഐ സി കാരണം ഐ സി ആർ സി ഡ്രോപ്പ് കൂടും. ഡ്രോപ്പ് കൂടുന്ന സമയത്ത് വി സി സി മൈനസ് ഡ്രോപ്പാണ് നമ്മുടെ കലക്ടർ എമിറ്റർ വോൾട്ടേജ് അല്ലേ? ഇവിടെ ഒരു ഡ്രോപ്പ് സംഭവിക്കും. ഈ ഐ സി ആർ സി ഡ്രോപ്പ് കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ കലക്ടർ എമിറ്റർ വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ ഡ്രോപ്പ് ഐ സി കൂടുമ്പോൾ ഡ്രോപ്പ് കൂടും, ഡ്രോപ്പ് കൂടുമ്പോൾ വി സി ഇ കൂടും, വി സി ഇ കൂടുമ്പോൾ വി സി ഇ കുറയും. വി സി ഇ കുറയും. വി സി ഇ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഐ ബിയുടെ വാല്യൂ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഐ ബി കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഐ ബി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കലക്ടർ കറണ്ട് റിഡ്യൂസ് ചെയ്യും. അതായത് എപ്പോഴൊക്കെ കലക്ടർ കറണ്ട് കൂടുന്നുണ്ടോ ഇവിടെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം, ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം, അതായത് കൂടുന്ന സാധനത്തിന് കുറയ്ക്കുന്നൊരു മെക്കാനിസം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കലക്ടർ കറണ്ടിനെ റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യാൻ ഇത് സമ്മതിക്കില്ല. അങ്ങനെയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ കലക്ടർ ടു ബേസ് ബയാസിങ്ങിന്. ഓക്കെ, നമുക്ക് സർക്യൂട്ട് ഒന്നുകൂടെ അനലൈസ് ചെയ്യാം. ഹിയർ ദ കലക്ടർ വോൾട്ടേജ് വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ ബി. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എന്താ ചെയ്യിച്ചു? ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ഐ സി ആർ സി, ഐ സി പ്ലസ്, അതായത് ഈ മൊത്തം ഈ സർക്യൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് വൺ സെക്കൻഡ്. ഓക്കെ, this is your VCC value. Okay, total VCC equal to ഇവിടെ ഉണ്ടാവുന്ന ഡ്രോപ്പ് പ്ലസ് ഇവിടെ ഉണ്ടാവുന്ന ഡ്രോപ്പ് പ്ലസ് ദിസ് വോൾട്ടേജ്. ഓക്കെ, ദാറ്റ് ഈസ് ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് വി ബി ഇ. പക്ഷെ നമ്മൾ എന്താ ചോദിച്ചാൽ കമ്പയർഡ് ടു ഐ സി വാല്യൂ ഐ ബി വിൽ ബി വെരി ലെസ്. അല്ലെങ്കിൽ ഐ ബി ഐ സിയും കൂടി ഇങ്ങനെ വന്ന് ഐ ബി ഇങ്ങോട്ട് പോകണു, ഐ സി ഇങ്ങോട്ട് പോകണു, ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഐ ബിയുടെ വാല്യൂ കമ്പയർഡ് ടു ഐ ബി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ സി പ്ലസ് ഐ ബിനെ നമ്മൾ ഐ സിന്ന് മാത്രം എഴുതുന്നു. അങ്ങനെയാണ് ഇവിടെ ഐ സി ആർ സി വന്നത്. ആക്ച്വലി ദിസ് ഇസ് ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ സി പ്ലസ് ഡ്രോപ്പ് ഇൻ ദ ബേസ് ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് ബേസ് എമിറ്റർ വോൾട്ടേജ് വി ബി. ഇതിനകത്ത് നമുക്ക് ആർ ബിയുടെ വാല്യൂ എങ്ങനെയാണ് കിട്ടുക? ഇറ്റ് ഇസ് വി സി സി മൈനസ് വി ബി മൈനസ് ഐ സി ആർ സി ബൈ ഐ ബി. ഇനി നമ്മൾ എന്ത് ചെയ്യണു? ഐ സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ ഇൻറ്റു ഐ ബി എന്ന് എഴുതാം. ഓക്കെ, that is VCC minus VBE minus IC നെ നമ്മൾ ബീറ്റ ഐ ബി എന്ന് എഴുതി RC by IB. Also VCE equal to what? VBE plus VCB. So VCB is equal to VCE minus VBE and RB is equal to what? RB is equal to VCB by IB. അല്ലേ? RB എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ വോൾട്ടേജ്, ദാറ്റ് ഇസ് കളക്ടർ ബേസ് വോൾട്ടേജ്, ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്താണ്?
this voltage is VCB അല്ലേ, ഇത്ര റേഞ്ചിലുള്ള വോൾട്ടേജ് ഇസ് VCB. VCB divided by current ആണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. ആൻഡ് വാട്ട് ഇസ് VCB? VCB is equal to VCE minus VBE by IB. And IB is equal to IB കിട്ടിക്കഴിഞ്ഞാൽ IB is equal to what? IC by beta. നമ്മൾ ഇവിടെ നിന്ന് ആർ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ആർ ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഐ ബി കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഐ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിനകത്ത് ദ വാല്യൂ ഓഫ് സ്റ്റെബിലിറ്റി ഫാക്ടർ വിൽ ബി ലെസ് ദാൻ ബീറ്റ പ്ലസ് 1. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫിക്സഡ് ബയാസിങ്ങിനെ കാട്ടിലും കുറച്ചുകൂടി നല്ല സ്റ്റെബിലിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടും, ഈ ബയാസിങ്ങിനകത്ത് കിട്ടും. ദാറ്റ് ഈസ് കളക്ടർ ടു ബേസ് ബയാസിങ്ങിൽ നമുക്ക് കുറച്ചുകൂടി ഹയർ നല്ല സ്റ്റെബിലിറ്റി ഫാക്ടർ കുറവായതുകൊണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് സിമ്പിൾ മെത്തേഡ് ആൻഡ് ഇറ്റ് റിക്വയർസ് ഓൺലി വൺ റെസിസ്റ്റൻസ്. നേരത്തെ പോലെ തന്നെ. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു കളക്ടർ കറണ്ട്, ലീക്കേജ് കറണ്ട് കൂടും ആൻഡ് ഹെൻസ് ടോട്ടൽ കളക്ടർ കറണ്ട് ഓൾസോ ഇൻക്രീസസ്. ബട്ട് ആസ് സൂൺ ആസ് ദിസ് കളക്ടർ കറണ്ട് ഇൻക്രീസസ്, ഞാൻ പറഞ്ഞു വി സിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും, ഡ്രോപ്പ് ഉള്ളത് കാരണം. അത് ഡിക്രീസ് ചെയ്യുമ്പോൾ this result is that VCB also decreases. VCE കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി VCB കുറയും. VCB കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഐ ബിയുടെ വാല്യൂ കുറയും. ഐ ബി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐ സി കുറയും. അപ്പോൾ ഐ സി കൂടിയ ഐ സിനെ നമ്മൾ ഐ സി കുറച്ചുകൊണ്ട്, അതായത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എഫക്റ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്കതിനെ റെഡ്യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. പക്ഷേ ഡിസഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. ദ സർക്യൂട്ട് ഡസ് നോട്ട് പ്രൊവൈഡ് ഗുഡ് സ്റ്റെബിലൈസേഷൻ. സ്റ്റെബിലിറ്റി ഫാക്ടർ ഇപ്പോഴും കൂടുതലാണ്, ഫിക്സഡിനെക്കാട്ടിലും കുറവാണെന്നേ ഉള്ളൂ, പക്ഷേ എന്നാലും നല്ലോണം കൂടുതലാണ്. Therefore the operating point does not change, although to lesser extent due to temperature variations and other effects. അതായത് compared to the other one. Okay, this is effect. Okay, this is effect. Okay, FF effects. The circuit provides negative feedback which reduces the gain of the amplifier as explained hereafter. During the positive half cycle, എന്താ സംഭവിക്കുക? കളക്ടർ കറണ്ട് കൂടും. ഇൻക്രീസ്ഡ് കളക്ടർ കറണ്ട് വുഡ് റിസൾട്ട് ഇൻ ഗ്രേറ്റർ ഡ്രോപ്പ് ആർ സി. ആൻഡ് ഇതെന്തിനാണ് സംഭവിക്കുക? നേരത്തെ പറഞ്ഞ പോലെ ബേസ് കറണ്ടിനെ കുറക്കും, അതേപോലെ തന്നെ കളക്ടർ കറണ്ടിനെയും കുറക്കും. ദിസ് ഇസ് വാട്ട് കളക്ടർ ടു ബേസ് ബയാസിങ് സർക്യൂട്ട് അല്ലേ. So next one is potential divider circuit. ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ടിന് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. ദിസ് ഇസ് ദ മോർ വൈഡ്ലി യൂസ്ഡ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. R1 ഉണ്ട്, R2 ഉണ്ട്. R1 നമ്മൾ സപ്ലൈൻ്റെ VCC കണക്ട് ചെയ്യുന്നുണ്ട്. R2 എങ്ങനെ? ബേസ് എമിറ്റർ ജംഗ്ഷനിലും ബേസ് എമിറ്റർ സൈഡിലും നമ്മളൊരു R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു എമിറ്റർ റെസിസ്റ്റൻസ് REയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ്. ദ നെയിം പൊട്ടൻഷ്യൽ ഡിവൈഡർ കംസ് ഫ്രം, ഇവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉണ്ട് R1 R2. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിവൈഡർ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്നൊക്കെ പറയുന്നത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട്. ഈ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 ഫോർവേഡ് ബയസസ്, ഈ R2 അക്രോസുള്ള പൊട്ടൻഷ്യലാണ് ഇവിടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയസ്ഡ് ആക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ബേസ് കറണ്ട് ആൻഡ് ഹെൻസ് കളക്ടർ കറണ്ട് ഫ്ലോ ഇൻ സീറോ സിഗ്നൽ കണ്ടീഷൻ. ഈ സീറോ സിഗ്നൽ കണ്ടീഷനിൽ എന്തെങ്കിലും രീതിയിൽ ഇത് സീറോ സിഗ്നൽ കറണ്ട് എപ്പോഴാണ് ഫ്ലോ ചെയ്യാണ്ടിരിക്കുക? ദറ്റ് ഈസ് ഐ ബി ഫ്ലോ ചെയ്യാത്ത സമയത്ത്. ഇത് റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ ഇവിടെ ഐ ബി ഫ്ലോ ചെയ്യില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഇതിനെപ്പോഴും ഫോർവേഡ് ബയസ്ഡ് ആക്കുകയാണ് ഈ R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, സപ്പോസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റൻസ് R1 is I1, that is this is I1. As base current IB is very small, therefore it can be assumed with reasonable accuracy that current flowing through R2 is also I1 നമുക്ക് പറയാം. അതായത് ഇവിടെ കൂടി I1 ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് I1. എന്നിട്ട് അതിൻ്റെ ഒരു പോർഷൻ എങ്ങോട്ട് പോവാണ്? ബേസിലേക്ക് പോവാണ്. പക്ഷെ ആക്ച്വലി നമ്മളത് പോണില്ല, ചെറുതായതുകൊണ്ട് പോണില്ല എന്ന് വിചാരിച്ച് മൊത്തത്തിൽ R2 കൂടിയും I1 പോവാന്ന് വിചാരിക്കണം. സോ ദ കറണ്ട് I1 വിൽ ബി ഈക്വൽ ടു VCC by R1 plus R2 അല്ലേ. ഇങ്ങോട്ട് കറണ്ട് പോണില്ല, ടോട്ടൽ വോൾട്ടേജസ് VCC ഈ പാത്തിൽ. സോ VCC വിൽ ബി ഈക്വൽ ടു, അല്ലെങ്കിൽ I1 വിൽ ബി ഈക്വൽ ടു VCC by R1 plus R2. ആൻഡ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് R2 നമുക്ക് എങ്ങനെയാണ് കിട്ടുക? വോൾട്ടേജ് ഡിവൈഡർ റൂൾ അല്ലേ. ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു R2 by R1 plus R2.
And applying Kirchhoff's law to the base circuit, what is V2? V2 equal to VBE. This V2 equal to VBE plus VE. VE എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിസ് ഇസ് VBE. പിന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ഇത്രയും VBE പ്ലസ് ഇതായിരിക്കും ഈ ടോട്ടൽ വോൾട്ടേജ് അല്ലേ. ഇതാണ് V2 എന്ന് പറഞ്ഞ വോൾട്ടേജ് ഇതാണ്. ഇത്രയും വിൽ ബി ഈക്വൽ ടു VBE പ്ലസ് VE. And V2 is equal to VB. VE എന്ന് പറഞ്ഞാൽ എന്താ IE into RE. And what is IE? IE is equal to ഈ എക്സ്പ്രഷൻ V2 minus VBE by RE എന്ന് കിട്ടും. IE approximately equal to IC ആണ്. അപ്പോൾ നമുക്ക് IC equal to V2 minus VBE by RE എന്ന് ഓട്ടോമാറ്റിക്കലി കിട്ടും. Okay. And from this expression, IC does not depend upon beta. So IC depend upon VBE, but in practice V2 ന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും VBE. So IC is practically independent of VBE. Thus IC in the circuit is almost independent of the transistor parameters and hence good stabilization is ensured. ഇവിടെ എങ്ങനെ നമുക്ക് IC കിട്ടുന്നത്? IC depends only on what? IC V2നെയും VBEനെയും REനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. VBE വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ IC equal to V2 by RE നമുക്ക് പറയാം. അതായത് ഇവിടെയുള്ള വോൾട്ടേജ് V2, ഇത്രയും വോൾട്ടേജ് V2 ഡിവൈഡഡ് ബൈ RE, നമ്മൾ കൊടുക്കുന്ന സ്റ്റെബിലൈസേഷന് കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ് RE. അപ്പം നമുക്ക് IC പ്രാക്ടിക്കലി കോൺസ്റ്റൻ്റ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബയാസിങ് കിട്ടാനും കൂടെ പറ്റും. ഓക്കെ, ഇനി ദിസ് ഇസ് സ്റ്റെബിലിറ്റി വാല്യൂ ഇതാണ് സ്റ്റെബിലിറ്റി വാല്യൂയുടെ ഇക്വേഷൻ. ബീറ്റ പ്ലസ് 1 ബൈ 1 മൈനസ് ബീറ്റ DIB ബൈ IC. അപ്പം ഡെറിവേഷൻ, you need not study this derivation, okay? So ഇവിടെ Sന്റെ വാല്യൂ നമുക്ക് approximately 1 കിട്ടും. That is ideal value for thermal stability. Okay, this is about the various biasing circuits. Thank you.